ഇടുക്കിയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ മലേറിയ രോഗം പടരുന്നത് ആശങ്ക ഉയർത്തുന്നു. കാഞ്ചിയാറിൽ കഴിഞ്ഞ ദിവസം മരിച്ച ജാർഖണ്ഡ് സ്വദേശിനിയുടെ ഭർത്താവിന് മലേറിയ സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഈ വർഷം 277 പേർക്കാണ് രോഗം ബാധിച്ചത്. ഇടുക്കി ജില്ലയിൽ അതിഥി തൊഴിലാളികൾ കൂടുതൽ താമസിക്കുന്ന ഇടങ്ങളിലാണ് മലേറിയ പടർന്നു പിടിക്കുന്നത്. ഈ വർഷം ഇതുവരെ 277 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 3 പേർ ചികിത്സ തേടാതെ ആശുപത്രിയിൽ നിന്ന് പോയതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം കാഞ്ചിയാറിൽ മരിച്ച ജാർഖണ്ഡ് സ്വദേശിനിയുടെ ഭർത്താവിന് മലേറിയ സ്ഥിരീകരിച്ചു. മരിച്ച യുവതിക്ക് മലേറിയ ബാധിച്ചിരുന്നോ എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ വ്യക്തമാകൂ. രോഗം പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഭാഗമായിട്ടാണ് കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സ്റ്റാഫ് ഞങ്ങളും അതുപോലെ DVC യൂണിറ്റ് കട്ടപ്പന DVC യൂണിറ്റ് സംയുക്തമായിട്ടുള്ള പ്രചാരണ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ പ്രദേശങ്ങളിലെ മുഴുവൻ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ വീടുകളിലും ഫീവർ സർവേ നടത്തി, പനി സർവേ നടത്തി, ഉറവിട ശീകരണ സോഷ്യലൈസേഷൻ നടത്തി, അതുപോലെ IRS ഇൻസെക്ടിസൈഡൽ റെസിഡ്യൂ സ്പ്രേ വീടിനകത്ത് കൊതുക് വന്ന് മറ്റ് പകരാനുള്ള സാധ്യത ഒഴിവാക്കാനുള്ള ലക്ഷ്യത്തോടെ IRS നടത്തി. അതുപോലെ അതിന്റെ കൂടെ ആ രോഗിയുടെ കൂടെ താമസിച്ചിരുന്ന 4 മുറികളിലായിട്ട് 5-8 പേര് താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കോൺടാക്ട് നിയർ അവർക്ക് അസുഖം ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി കോൺടാക്ട് നിയർ എടുത്തു. ഇത്രയും പ്രതിരോധ പ്രവർത്തനങ്ങളും ആളുകൾക്ക് വേണ്ട ബോധവൽക്കരണ കാര്യങ്ങളുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ പണിക്കെത്തുന്ന തൊഴിലാളികളുടെ കൃത്യമായ വിവരം ആരോഗ്യ വകുപ്പിന്റെ പക്കലില്ല. ഇതുമൂലം രോഗപരിശോധനയ്ക്കോ ചികിത്സ നൽകുന്നതിനോ പലപ്പോഴും കഴിയാറുമില്ല. മലേറിയയ്ക്ക് പുറമെ മന്ത് പോലുള്ള രോഗങ്ങളും അതിഥി തൊഴിലാളികളിൽ വ്യാപകമാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുമ്പോൾ തന്നെ രോഗപരിശോധന കർശനമാക്കിയില്ലെങ്കിൽ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യത കൂടുതലാണ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.